വെൽക്കം ബാക്ക് ടു മോം ആൻഡ് ദി ടൈനി സ്കോട്ട്സ്. ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ശബരിമലേൻ്റെ നോലുമ്പ് തുടങ്ങുകയാണ് കേട്ടോ. ജിത്തോടിനും വീരക്കുട്ടനും നെക്സ്റ്റ് വീക്ക് ശബരിമലയിൽ പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ രാവിലെ ഞാൻ കുളിച്ചിട്ടാണ് അടുക്കളയിൽ കയറാറ്, എല്ലാവരെയും പോലെ തന്നെ. എന്നിട്ട് വിളക്കൊക്കെ കൊളുത്തി ഒരു നല്ല ചൂട് ചായയൊക്കെ ഉണ്ടാക്കി ബാൽക്കണിയിൽ വന്നിരുന്ന് ആ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പോണത്, എപ്പോഴാണ് പോണത്, അതൊക്കെ ഞാൻ പിന്നെ പറയാം വിശദമായിട്ട്. അതിൻ്റെ വേറൊരു വ്ളോഗ് തന്നെ വരുന്നുണ്ടായിരിക്കും. ഞാനവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ കല്ലൂസ് ആ വഴിക്ക് വരുന്നത്. കല്ലൂസ് ഇന്ന് രാവിലെ എണീറ്റ ഉടനെ ഒക്കലും കച്ചറയായിരുന്നു. അവൾക്ക് ഒരു ഡബ്ബയിൽ ഫുൾ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കരച്ചിൽ. അവസാനം ഒരു വിധത്തിൽ സമാധാനിപ്പിക്കാൻ തക്കവണ്ണം കുറച്ച് ബിസ്ക്കറ്റ് അതിൽ ഇട്ട് കൊടുത്തിട്ട് അവളെ സൈഡാക്കി ഇരുത്തിയതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ആ പാത്രം ഫുള്ള് കിട്ടിയ സന്തോഷത്തിൽ അവിടെ ഇരുന്ന് കൈകൊട്ടി പാടുന്നും ഡാൻസ് കളിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് കുശലം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ മെല്ലെ ആ ഡബ്ബയൊന്ന് ക്ലോസ് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ. കാരണം അതിലിരിക്കുന്ന ബിസ്ക്കറ്റ് ഫുള്ള് തിന്നിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നോക്കിയ ഒരു ശ്രമത്തിൻ്റെ ഇടയ്ക്കാണ് ഈ കാഴ്ച. അതൊന്നാകെ താഴെ തട്ടിമറിച്ചിട്ടു കേട്ടോ. എന്നിട്ടിരിക്കുന്ന ഇരിപ്പാണത് കേട്ടോ. പോക്കിരി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളാരും ഒന്നും ഞെട്ടണ്ട, ഇത് ഫുൾ അഭിനയമാണ്. നമ്മളാരെയും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിപ്പാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഈ ഇരിപ്പുണ്ടാവുള്ളൂ. നമ്മുടെ മുഖഭാവം മാറി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾ ഓട്ടോമാറ്റിക്കലി ഓക്കെ ആവും കേട്ടോ. അപ്പോൾ കരച്ചിലൊന്നുമില്ല, താഴോട്ട് നോക്കിയിട്ട് നിൽപ്പാണ് നമ്മൾ ചീത്ത പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ. അത് കണ്ടില്ലേ, അത് കഴിഞ്ഞ ഉടനെ അവൾ ബിസ്ക്കറ്റ് കഴിച്ച് പിന്നെയും തുടങ്ങി ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ജിത്തോട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തൊഴുതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിക്ക് പോയിട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു. കൂടെ തന്നെ ഇന്ന് എനിക്ക് ലഞ്ചും ഒക്കെ പെട്ടെന്ന് ചടപടേന്ന് റെഡിയാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. വീരക്കുട്ടൻ രാവിലെ സ്കൂളിൽ പോയതാണ്. അപ്പോൾ രാവിലത്തെ അവൻ്റെ ഒരുക്കി പറഞ്ഞേക്കുന്ന തിരക്കിലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം രാവിലെ അവനെ കുളിപ്പിച്ചൊക്കെ സ്കൂളിലേക്ക് വിടുക. ഇവിടെ സ്വതവേ അവനെ കുളിപ്പിച്ചിട്ടല്ല സ്കൂളിലേക്ക് വിടാറ്. ഇവിടെ തണുപ്പ് കാരണം രാവിലെ കുറച്ച് റിസ്ക്കാണ്. പിന്നെ ആളിത്തിരി വാശി കൂടി ആയതുകൊണ്ട് അത് കുറച്ച് പണിയുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ നിർബന്ധിക്കാറില്ല. അപ്പോൾ ഇപ്പോൾ മലയ്ക്ക് പോകാനുള്ള നോലുമ്പായത് കാരണം അത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും സമയം കിട്ടിയില്ല എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട്. അപ്പോൾ അവനെ സ്കൂളിൽ കൊണ്ടാക്കി ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു വന്നതൊക്കെ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ലഞ്ച് പ്രിപ്പറേഷനും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒരുമിച്ചാക്കി. കാരണം വീരക്കുട്ടൻ ഇന്ന് ആനുവൽ ഡേ സെലിബ്രേഷൻ്റെ പ്രാക്ടീസ് ആയതുകൊണ്ട് 12 o'clock വരെ സ്കൂളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് പോയിട്ട് അവൻ തിരിച്ചെത്തുന്നതിന് മുന്നേ എത്തുകയും വേണം. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് അവനെ പാരൻസ് പിക്കപ്പാണെന്നാണ് സ്കൂളിൽ ഇൻഫോം ചെയ്തിരുന്നത്. അപ്പോൾ അവനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അതിന് മുന്നേ തിരിച്ചെത്തും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു. നല്ല ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ നല്ല വെജിറ്റബിൾസൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ എപ്പോഴും. അപ്പോൾ ചീര ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ചീര ഉപ്പേരിയും പിന്നെ പച്ചക്കായയുടെ എലിശ്ശേരി ആയിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ ഞാൻ ചോറും പിന്നെ കറിയും ഉപ്പേരിയൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദോശയും ഉണ്ടാക്കി. ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങൾ കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്ഥാനത്ത് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. പാത്രമൊക്കെ കഴുകാൻ മെയ്ഡുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മെയ്ഡാണ് ആ പണിയൊക്കെ ചെയ്യുക. അതൊക്കെ എടുത്ത് ഒതുക്കി വെച്ചതിന് ശേഷം മെയ്ഡിന് കഴുകാനുള്ള അടുത്ത സെറ്റ് പാത്രങ്ങൾ ഞാൻ ആ വാഷ് ബേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ക്ലീനാക്കി ഞങ്ങളിതേ അപ്പോൾ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ വീരക്കുട്ടൻ ഇല്ലാത്തതുകൊണ്ട് ആ വീരക്കുട്ടൻ മിസ്സിങ് ആണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി ക്യുക്കായിട്ട് കുറച്ച് പർച്ചേസിങ്ങൊക്കെ ചെയ്തു കേട്ടോ. കുറച്ച് ഡ്രസ്സ് എടുക്കാനും പിന്നെ ചപ്പലൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. അധികം സമയം സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ സ്കൂൾ ടൈമിംഗ് ആയപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി സ്കൂളിൽ പോയി വീരുവിനെ പിക്ക് ചെയ്ത് വന്നു. അത് കഴിഞ്ഞിട്ടുള്ള സീനാണ് നിങ്ങൾ കണ്ടത്. വീരക്കുട്ടനും കല്ലൂസും കൂടി ഉഗ്രൻ കളിയായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഈവനിങ് ഇന്ന് അമ്പലത്തിൽ പോകണം എന്നുള്ള പ്ലാൻ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇന്ന് നോലുമ്പ് തുടങ്ങിയതല്ലേ, അപ്പോൾ വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
ഇവിടെ എച്ച്.എയിൽ ഒരു അയ്യപ്പ ടെമ്പിൾ ഉണ്ട് കേട്ടോ. നമുക്ക് പുതിയ ഫ്ലാറ്റൊന്നും ഒത്തിരി ദൂരം ഉണ്ടെങ്കിലും ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ അടുത്തായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീക്കെൻഡിൽ ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്പലമാണ് കേട്ടോ അത്. അപ്പം ഞാനവിടെ പ്രാർത്ഥിക്കും കൂടി ചെയ്തതായിരുന്നു. അയ്യപ്പൻ്റെ അമ്പലത്തിൽ വീരക്കുട്ടനെ മല ചവിട്ടിച്ചോളാം എന്ന് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കവിടെ പോയി തൊഴണം എന്നൊരു ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ അതേ റെഡി ആയതാണ്. അപ്പോൾ പുതിയ ഫ്ലാറ്റിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. അപ്പം നമ്മളിത് അങ്ങോട്ടേക്ക് പോകാമെന്നുള്ള ഒരു പ്ലാനിൽ ഞാൻ ആദ്യം വീരക്കുട്ടൻ റെഡിയായി, ജിത്തോട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കല്ലൂസിനെ എൻ്റെ കഴിഞ്ഞിട്ട് വേണം റെഡിയാക്കാൻ. അപ്പം ഞാനും ഇതേ നല്ല അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു ടെമ്പിൾ ലുക്കിൽ ചെറിയ രീതിയിലൊക്കെ ഒന്ന് റെഡിയായി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രഡീഷണൽ ഡ്രസ്സ്. ട്രഡീഷണൽ മാത്രമല്ല, ഞാൻ ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ്സിങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അമ്പലത്തിൽ പോകുമ്പോൾ ആ ലുക്കിലും, കല്യാണത്തിന് പോകുമ്പോൾ ആ ലുക്കിലും, ഔട്ടിങ്ങിന് പോകുമ്പോൾ ആ ലുക്കിലും, അങ്ങനെ ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ്സിങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഡ്രസ്സെന്നൊന്നും പറയാനില്ല. എല്ലാ ഡ്രസ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞാൻ കല്ലൂസിനെ വാരിയെടുത്ത് എങ്ങനെയൊക്കെയോ റെഡിയാക്കി ഞങ്ങളെല്ലാവരും കൂടി ഇതേ അമ്പലത്തിലെത്തി കേട്ടോ. ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ ഏകദേശം 7:30 ഒക്കെ കഴിഞ്ഞിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. ഭജനയും പിന്നെ കണ്ടനാമൊക്കെ ഉണ്ടായിരുന്നു, കെട്ടുനിറയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് മലയാളികളുടെ അമ്പലമാണ് കേട്ടോ. നല്ല ഒരു പ്രത്യേക ഫീലാണ് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ. നമുക്ക് ഭയങ്കര ഒരു സമാധാനമാണ് ഇവിടെ വരുമ്പോൾ. അപ്പോൾ ഞങ്ങൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ വരാറുണ്ട്. എത്ര ദൂരെയാണെങ്കിലും ഞങ്ങൾ വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് കുറച്ച് നേരം ഞങ്ങളിങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നത് വരെ ഞങ്ങൾ അധികം ഇവിടെ നിൽക്കാറുണ്ട്. അപ്പം കല്ലൂസാണെങ്കിൽ ഇവിടുത്തെ ഭജനേൻ്റെ താളത്തിനൊത്ത് ഗംഭീര ഡാൻസ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കുമ്പോഴേക്കും അവൾ വന്ന് വീഡിയോയിൽ വന്ന് എത്തി നോക്കും എന്താണ് എടുക്കുന്നതെന്ന് കാണാൻ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഭയങ്കര ഡാൻസായിരുന്നു കേട്ടോ. വീരക്കുട്ടനും അവളും ഇവിടെ ഒരേ ഓട്ടമായിരുന്നു അമ്പലത്തിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്നു. നട അടച്ച് തുറന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കയറി തൊഴുതു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പായസമൊക്കെ വാങ്ങി ചെറിയൊരു അന്നദാനം പോലെ പ്രസാദൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.